ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ പല ആയത്തുകളിലായി മുനാഫിക്കീങ്ങളുടെ പല മോശമായ ദുർഗുണങ്ങളെ പറ്റിയും നാം മനസ്സിലാക്കി. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല മുനാഫിക്കീങ്ങളുടെ മോശമായ പല ദുർഗുണങ്ങളെയും തന്നെയാണ് അറിയിച്ചിരുന്നത്. وَلَئِن سَأَلْتَهُمْ لَيَقُولُنَّ إِنَّمَا كُنَّا نَخُوضُ وَنَلْعَبُ قُلْ أَبِاللَّهِ وَآيَاتِهِ وَرَسُولِهِ كُنْتُمْ تَسْتَهْزِئُونَ. അവരോട് ചോദിച്ചാൽ ഞങ്ങൾ കളിയും തമാശയും പറയുകയായിരുന്നുവെന്ന് അവർ പറയും. ചോദിക്കുക, അള്ളാഹുവിനെയും അവൻ്റെ വചനങ്ങളെയും അവൻ്റെ റസൂലിനെയും കൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത്? ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും ഇൻ നഅഫു അൻ ത്വാഇഫതിൻ മിൻകും إن نعفو عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. നിങ്ങൾ ന്യായമൊന്നും പറയേണ്ടതില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ നിഷേധം തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളിൽ ഒരു കൂട്ടർക്ക് നാം മാപ്പ് നൽകിയാലും പാപികളായ കാരണത്താൽ മറ്റൊരു കൂട്ടരെ നാം ശിക്ഷിക്കുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളുടെ വലിയൊരു മോശമായ ദുർഗുണത്തെ അറിയിക്കുകയാണ്. അവർ മുസ്ലിമീങ്ങളെ സദാസമയം പരിഹസിക്കുന്നവരായിരുന്നു. ഈ പരിഹാസം കേൾക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹാസ വർത്തമാനം പറയുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വെറുതെ തമാശ പറയുകയായിരുന്നു, കാര്യമായി പറഞ്ഞതൊന്നുമല്ല. ഈ രീതിയിൽ അവർ മറുപടി കൊടുക്കുമായിരുന്നു. എന്നാൽ അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിഷയത്തിലാണോ തമാശ പറയുന്നത്? ഒരിക്കലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിഷയത്തിൽ ഇങ്ങനെ പരിഹാസം നിറഞ്ഞതായ തമാശ പറയാൻ പോലുമുള്ള അനുവാദമില്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവട്ടെ അറിയാതെ പറഞ്ഞതാവട്ടെ, നിങ്ങൾ തമാശ രീതിയിൽ പറഞ്ഞതാവട്ടെ അതല്ലാതെ പറഞ്ഞതാവട്ടെ, എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കാനുള്ള അനുവാദമില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആയത്ത് ഇറങ്ങാനുണ്ടായൊരു കാരണം തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങൾ പറയുകയുണ്ടായി, ഷാമിലെ കോട്ടകളും അതുപോലെ ഷാമിലെ വലിയ പടയാളികളോടുമാണ് അവർ ഏറ്റുമുട്ടാനായി പോകുന്നത്. മുസ്ലിമീങ്ങൾ ജയിച്ചത് തന്നെ, അവർ ജയിക്കുന്നത് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. ഈ രീതിയിൽ മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങളും പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇതിനെപ്പറ്റി അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഞങ്ങൾ കാര്യമായി പറഞ്ഞതൊന്നുമല്ല, വെറുതൊരു തമാശ പറഞ്ഞതാണെന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഈ ആയത്തിലൂടെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും വെച്ചുകൊണ്ട് നിങ്ങൾ തമാശയ്ക്ക് പോലും പരിഹാസ വാക്കുകൾ പറയുക എന്നുള്ളത് അനുയോജ്യമായ കാര്യമല്ല, നിങ്ങൾക്ക് വലിയ ശിക്ഷ വരുത്തി തീർക്കുന്ന കാര്യമാണ്. അതിനെ പോലും നിങ്ങൾ വർജിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് തമാശക്കാണെങ്കിൽ പോലും ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ്. അത് മുനാഫിക്കീങ്ങളുടെ പ്രവർത്തനമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു. ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അള്ളാഹുവോട് ഖേദിച്ച് അതിനുള്ള തൗഫീഖിനെ ചോദിക്കുക. അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുടെ പേരിലോ ദീനിനെയോ ദീനിൻ്റെ അധ്യാപനങ്ങളെയോ പരിഹസിക്കുക എന്നുള്ളത് അത് തമാശക്കാണെങ്കിൽ പോലും അല്ലാഹു തആല ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതാവധി ആയത്തിലൂടെ അല്ലാഹു തആല മുനാഫിക്കീങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങളെങ്ങാനും പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഈ ദുഷ്പ്രവർത്തനങ്ങൾ കാരണമായി, നിങ്ങളുടെ ഈ മോശമായ പ്രവർത്തനങ്ങൾ കാരണമായി നിങ്ങളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരല്ല. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇസ്ലാം നിങ്ങളുടെ മുമ്പിൽ പ്രകടമായിട്ടുണ്ട്. എന്നിട്ടും അതിനെ മാറ്റിവെച്ചുകൊണ്ട് നിഷേധത്തെ തിരഞ്ഞെടുത്ത ആളുകളാണ്. എന്നാലും നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു മാപ്പാക്കുന്നതും നിങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകുകയും ചെയ്യും.
പക്ഷേ നിങ്ങളുടെ ഈ മോശമായ പ്രവർത്തനം കാരണം പശ്ചാത്തപിക്കാനുള്ള തൗഫീക്ക്, ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് മുനാഫിക്കീങ്ങൾ അവരെ തന്നെ നശിപ്പിക്കുകയാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ഇരു ലോകത്തും പരാജയത്തെ വിളിച്ചു വരുത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന് ഈ ആയത്തുകളിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ദീനിൻ്റെ ചിഹ്നങ്ങൾ, ദീനിൻ്റെ അധ്യാപനങ്ങൾ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ദീനിൻ്റെ നടപടിക്രമങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ചര്യ, ഇതിനെ പ്രവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റുള്ള കാര്യമാണ് ആ പ്രവർത്തനങ്ങളെ, ആ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത്. മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹു തആല വലിയ ശിക്ഷ നൽകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ദീനിനെ അവർ പരിഹസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തമാശക്ക് പോലും, അറിയാതെ പോലും ദീനിൻ്റെ അധ്യാപനങ്ങളെയും ദീനിൻ്റെ നിയമങ്ങളെയും ഒരു മുസ്ലിം പരിഹസിക്കാൻ പാടില്ല. അത് അവൻ്റെ നാശത്തിന് കാരണമായി തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദീനിനെ പൂർണ്ണമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിലും ദീനിനെ ബഹുമാനിക്കുന്നവരാകണം, ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, ദീനിൻ്റെ നിയമങ്ങളെ ബഹുമാനിക്കുന്നവരാകണം. ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്നോ ദീനിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യം ഓരോ വിശ്വാസിയും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ദീനിനെയും ദീനിൻ്റെ അധ്യാപനങ്ങളെയും ബഹുമാനിക്കുന്ന കാരണമായി സ്വന്തം ജീവിതത്തിൽ ദീനുണ്ടാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകും. കാരണം ദീനിനോട് ആദരവുള്ളവനാണ് അല്ലാഹു, ആ ദീൻ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യവും അവർക്ക് നൽകും. എന്നാൽ ദീനിൻ്റെ ചിഹ്നങ്ങളെയും ദീനിൻ്റെ അധ്യാപനങ്ങളെയും പരിഹസിക്കുന്നവരാണെങ്കിൽ, തമാശയായി കാണുന്നവരാണെങ്കിൽ, അവർക്ക് ആ ദീൻ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെന്നും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത്. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ളുഹും മിൻ ബഅ്ള് يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون. കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ഒരേ ഗണത്തിൽപ്പെട്ടവരാണ്. അവർ തിന്മ കൽപ്പിക്കുന്നു, നന്മ തടയുന്നു, ധർമ്മത്തിൽ നിന്നും കൈവലിക്കുന്നു. അവർ അള്ളാഹുവിനെ മറന്നു, അപ്പോൾ അള്ളാഹു അവരെയും മറന്നു. തീർച്ചയായും കപടന്മാർ അനുസരണ കെട്ടവരാണ്. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم. കപടവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ അതിൽ ശാശ്വതരായിരിക്കും. അവരെ ശിക്ഷിക്കാൻ അതുമതി. അല്ലാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ട്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് ചില മോശമായ ദുർഗുണങ്ങൾ അറിയിച്ചിരുകയാണ്. ഒന്നാമതായി അല്ലാഹു തആല പറയുന്നു, മുനാഫിക്കീങ്ങൾ ചിലവരിൽപ്പെട്ടവരാണ്. അതായത് മുനാഫിക്കീങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവരെല്ലാവരും അവസരം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് മുനാഫിക്കീങ്ങൾ എല്ലാവരും ഒരു വകുപ്പിൽപ്പെട്ടവർ തന്നെയാണ്. അവർ ചിലരിൽപ്പെട്ടവർ തന്നെയാണെന്ന് അല്ലാഹു അറിയിക്കുന്നു. അവരൊരിക്കലും നന്മയെ കൽപ്പിക്കുന്നവരല്ല, നന്മയിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ്. തിന്മയെ വിലക്കുന്നവരല്ല, തിന്മയെ കൽപ്പിക്കുന്നവരാണ്. തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയും നന്മയിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രഥമ ജോലിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നല്ല കാര്യങ്ങളിൽ നിന്നും കൈകളെ പിൻവലിക്കുന്നവരാണ്. നല്ല സൽക്കർമ്മങ്ങളിൽ നിന്നും നല്ല ദാനധർമ്മങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ നിന്നും എല്ലാം കൈകളെ പിൻവലിക്കുന്നവരാണ്. ഒരു നല്ല കാര്യം ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. അഥവാ നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ഒരിക്കലും നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതല്ല.
എന്നാൽ തിന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനും തിന്മയുടെ പ്രവർത്തനങ്ങളിലും അവർ ഏറ്റവും മുൻപന്തിയിലുമായിരിക്കും. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ അള്ളാഹുവിനെ മറന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണ അവരുടെ ഹൃദയത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാനോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രയാസമോ അവർക്കുണ്ടാവുന്നതല്ല. നന്മ ചെയ്യാൻ അലസത അവർക്കുണ്ട്. കാരണം അവർ അള്ളാഹുവിനെ മറന്നു എന്നുള്ളതാണ്. വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിലുണ്ടായത് കൊണ്ട് തന്നെ നന്മയിൽ മുന്നേറാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ അവർ അള്ളാഹുവിനെ മറന്നതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു കുഴപ്പവുമില്ല. അള്ളാഹും അവരെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇരു ലോകത്തും അവർക്ക് പരാജയമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും ആ പരാജയം ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അള്ളാഹു തആല വലിയ രീതിയിൽ മുനാഫിക്കീങ്ങളെ നിന്ദ്യന്മാരാക്കി തീർക്കുകയുണ്ടായി. ആഖിറത്തിൽ അള്ളാഹു തആല നരക ശിക്ഷയെ അവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. മുനാഫിക്കീങ്ങൾ അവർ നിഷേധികളെ പോലെ തന്നെയാണ്. ബാഹ്യമായി മാത്രമാണ് മുസ്ലിമീങ്ങൾ, ഹൃദയത്തിൽ അവർ നിഷേധികൾ തന്നെയാണ്. അതുകൊണ്ട് നിഷേധികളെ കാലാകാലം അള്ളാഹു നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നത് പോലെ ഈ മുനാഫിക്കീങ്ങളെയും അള്ളാഹു തആല നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ട്. അഥവാ സദാസമയം അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ വിദൂരമായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹരായി തീർന്നവരാണ്. അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ ലഭിക്കുമെന്ന് അവർ വിചാരിക്കേണ്ട. അവർ ഏറ്റവും വലിയ നാശത്തിലും നഷ്ടത്തിലും ഏറ്റവും നിന്ദ്യമായ ശിക്ഷയിലുമാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? മുനാഫിക്കീങ്ങളുടെ പല ദുർഗുണങ്ങളെ പറ്റിയും ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കി. മുനാഫിക്കീങ്ങൾ ഇസ്ലാമിനെ പരിഹസിക്കുന്നവരാണ്. അവർ ഇസ്ലാമിനെ തമാശയായി കാണുന്നവരാണ്. അവർ നന്മയെ തടയുന്നവരാണ്, തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എല്ലാ മോശമായ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരും നന്മയിൽ നിന്നും പിന്മാറുന്നവരുമാണ്. അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ നിന്നും ഉപേക്ഷിച്ച് അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരാണ്. ഇങ്ങനെയുള്ള മോശമായ ഗുണങ്ങൾ മുനാഫിക്കീങ്ങൾക്കുണ്ടായതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടവാളികളായി തീർന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം യഥാർത്ഥ വിശ്വാസികളാവണമെങ്കിൽ ഈ പറയപ്പെട്ട മോശമായ ദുർഗുണങ്ങൾ ഈ ആയത്തുകളിൽ പറഞ്ഞതും കഴിഞ്ഞ പല ആയത്തുകളിലായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുനാഫിക്കീങ്ങളുടെ മോശമായ ദുർഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മുനാഫിക്കീങ്ങളുടെ ഓരോ മോശമായ ദുർഗുണങ്ങൾ കേൾക്കുമ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് അപകടകരമായ കാര്യമാണ്. നമ്മുടെ ഈമാനെ വരെ അത് ബാധിക്കുന്നതാണ്, വിശ്വാസത്തെ വരെ അത് ബാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് ഞാൻ അർഹനായി തീരുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപകോപത്തിൽ നിന്നും രക്ഷപ്പെടാനും യഥാർത്ഥ വിശ്വാസിയായി തീരാനും ആ ദുർഗുണങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കണമെന്ന് ഈ മുനാഫിക്കീങ്ങളുടെ ദുർഗുണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.